കുട്ടനാട്ടുകാരുടെ വള്ളംകളി മത്സരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1946-ലാണ്. അന്നിവിടെ വന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിനോടുള്ള ബഹുമാനാർത്ഥം സംഘടിപ്പിച്ച ചുണ്ടൻ വള്ളങ്ങളുടെ മേള. അതിന് നേതൃത്വം കൊടുത്ത പൂപ്പള്ളി കുട്ടിച്ചൻ. മങ്ങാത്ത സ്മൃതിശേഖരങ്ങളിലെ മായാത്ത മുത്തുകളാണിതൊക്കെ. ഈ സ്മൃതി സാന്നിധ്യങ്ങളുമായി എത്രയെത്ര പേർ. സുഗന്ധം പകരുന്ന, ഗൃഹാതുരത്വമുണർത്തുന്ന ആ ഓർമ്മകളുമായി ഇതാ ഒരാൾ. വള്ളംകളിയുടെ 7.5 ദശാബ്ദങ്ങൾ നേരിട്ടറിയുന്ന നെപ്പോളിയന്റെ പടനായകൻ പൂപ്പള്ളി മോനിച്ചൻ. ഫാദറിന് ഈ എല്ലാ വള്ളവും കൂടെ കൂടി ഒരു തുഴച്ചിലുണ്ടാകണമെന്നൊരു വളരെ നിർബന്ധ വാശി പിടിച്ചു വേണമെന്നുള്ളത്. അതിനുള്ളൊരു അവസരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 51 കാവാലം വള്ളം കൈനീര് വാങ്ങിച്ചു. അവിടെ കാവലത്താൻ്റെ ഒരു കളി നടക്കുന്നുണ്ട്. ആ കളിക്ക് നമ്മുടെ വള്ളം പോയി എടാ അവിടെ നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊക്കെ കള്ളത്തരവും കളിയായിരിക്കും. അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ വള്ളവും കൂടെ കുട്ടനാട്ടിലെ വള്ളങ്ങൾ വെച്ചൊരു മത്സര വള്ളംകളി നടത്തും, നിങ്ങൾ തയ്യാറായിക്കൊള്ളാം ഓപ്പണായിട്ട് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹ്റുവിൻ്റെ ഒരു വരവ്. അത് 52. അപ്പോൾ അങ്ങനെ ഈ വിവരം ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു. അപ്പോൾ തന്നെ TM മറീസുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് കർഷകർക്കൊരു നിവേദനം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആലപ്പുഴ വഴി വേമ്പനാട്ടുകാർ വഴി ആലപ്പുഴ വഴി വിടണമെന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെ അന്ന് മത്തായി എന്നാണ് പ്രൈം മിനിസ്റ്ററുടെ അന്നത്തെ സെക്രട്ടറി, ചെങ്ങന്നൂർക്കാരനാണ്. ഈ ബന്ധമൊക്കെ പേർക്കൊണ്ട് റൂട്ടിന് ഈ ആലപ്പുഴ വഴിയുള്ള തീരുമാനം ആയിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു മത്സര വള്ളം, ചുണ്ടൻ വള്ളം വഴി ഒരു റിസപ്ഷന് പകരം ഒരു മത്സരം തന്നെ തീർക്കണമെന്ന് ഫാദറിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തെങ്കിൽ ഫാദർ പറയുന്ന അനുസരിച്ചായിരുന്നു. അന്നിരുന്ന KM കോര, NP ചെല്ലപ്പന്നാർ, ഇവിടുത്തെ പഴയ പുഞ്ചകൃഷി സ്പെഷ്യൽ ഓഫീസർ, കളക്ടറായിരുന്ന തമ്പുരാൻ കൊല്ലത്ത്, ഇവർക്കെല്ലാം ഫാദറാണ് തീരുമാനിക്കുന്നത് കളി എങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ വേമ്പനാട്ടുകായലിലാണ് ഈ കളി അവിടെ തീരുമാനിച്ചത്. 1 മൈൽ നീളത്തിൽ ട്രാക്ക് ഇടുന്നതിന് അന്നത്തെ ജോലിക്കാരുടെ കൂടെ പോയി ഞാനും പോയി ഈ വേമ്പനാട്ടുകായലിൽ പോയി ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ നെഹ്റു കോട്ടയം വഴി വരുന്നു. ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, TM മറീസ് ഉൾപ്പെടെ ഡക്സ് ബോട്ടിലാണ് വന്ന്. ഡക്സ് രാജകീയമായ ഒരു ബോട്ടായിരുന്നു. അത് നമ്മുടെ ഗവൺമെൻറ് അത് നശിപ്പിച്ചു കളഞ്ഞു. ആ ബോട്ട് ഇപ്പോഴും ഓരോരുത്തർ കിടപ്പുണ്ട്. ഞാനത് വിലയൊക്കെ പറഞ്ഞിട്ട് അടുക്കുന്നില്ല, വലിയ ലോകത്തിലോട്ട്. ആ ബോട്ട് അതുപോലെ പക്ഷെ നശിച്ചു കളഞ്ഞു. അപ്പം ആ മുരിക്കൻ്റെ കായലിൽ ഇറങ്ങുന്നു. അവിടെ വെച്ചാണ് നിവേദനം കൊടുക്കുന്നത്. ഫാദറും മറ്റുമൊക്കെ ഞങ്ങൾ ഈ വള്ളംകളിയെ സംബന്ധിച്ച് കാരണം അങ്ങോട്ട് പോയില്ല. അവിടുന്ന് നെഹ്റു വന്ന് മൺട്രത്തുരത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും വള്ളങ്ങളെല്ലാം വടക്കേറ്റം 7 വള്ളങ്ങൾ ട്രാക്കിൽ കെട്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നെഹ്റു വന്ന് കയറി സ്റ്റേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വള്ളം വിടുന്നു. ജേഴ്സി ഇട്ട് തുഴഞ്ഞ ഏക വള്ളം നെപ്പോളിയൻ വള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ തുടങ്ങുന്നത് നെപ്പോളിയൻ വള്ളത്തിനും വേറെ ഒരു വള്ളത്തിനും ബാക്കിയുള്ളവരൊക്കെ ഷർട്ട് ഇടാതെ അല്ല ബനിയനോ എന്തെങ്കിലും ഒന്നും കാണുകയില്ല. ആ തുഴച്ചിലും കഴിഞ്ഞാണ് വള്ളം വരുന്നു. നെഹ്റു സ്റ്റേജിൽ ചാടി ഇതിന് ബൈനോക്കുലസ് നോക്കുമ്പോഴാണ് നെഹ്റു ടേബിളിൽ കിടന്ന് ചാടുകയാണ് ഈ കളി കണ്ടുകൊണ്ട് വരവുകൊണ്ട്. ആ പാടെ 5 മിനിറ്റ് കൊണ്ട് പണി തീർന്നു കഴിഞ്ഞിട്ട് വന്ന് വള്ളം എടുത്തപ്പോൾ നടുഭാഗം ജയിച്ചെന്ന് പറയുന്നു. ഞങ്ങളും കൂടെ വന്ന് അടുക്കുന്നു. നെപ്പോളിയൻ പറയാനൊക്കത്തില്ല, അതുപോലത്തെ ഒരു ഡിസ്റ്റൻസുമാണത്. ജയിക്കുന്നു. നെഹ്റു ഉടനെ നടുഭാഗം വള്ളത്തിൽ കയറുന്നു, ആലപ്പുഴ വഴി പോകുന്നു. അതിവേഗത്തിൽ പായുന്ന ചുണ്ടൻ വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ദൂരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ താണ്ടാനുള്ളത്. വെറും 1210 മീറ്റർ ദൂരം. എന്നാൽ അതുയർത്തുന്ന ആവേശം ഈ ദൂരപരിധിയിൽ ഒതുങ്ങുന്നില്ല. അങ്ങനെയുള്ള ആവേശധ്വനികൾ ഏറ്റുവാങ്ങിയ ഒരു പഴയ പടക്കുതിരയാണിത്, നടുഭാഗം ചുണ്ടൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാദധൂളികൾ പതിഞ്ഞ് ധന്യത കൈവരിച്ച ചുണ്ടൻ വള്ളം. അത് 59 വർഷം മുമ്പത്തെ കഥയാണ്. ഉശിരും കരുത്തും മുറ്റിനിന്ന കാലം. പക്ഷേ ഇന്ന് നടുഭാഗം ചുണ്ടൻ അവശതയിലാണ്. വാർദ്ധക്യത്തിന്റെ, കാലപ്രയാണത്തിന്റെ തളർച്ച.